നമ്മൾ ഈ ചൊല്ലുന്നത് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു വ ഇന്ന ഫിശ്ശഅരി ലഹിക്മ. ഹബീബ് പഠിപ്പിച്ചു വ ഇന്ന ഫിശ്ശഅരി ലഹിക്മ. കവിതയിൽ മാന്ത്രിക ശക്തിയുണ്ട്. ഇപ്പോഴാണ് മനഃശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴാണ് കണ്ടെത്തുന്നത്. മനഃശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തിയപ്പോ നമ്മൾ പറഞ്ഞു അങ്ങനെ ഉണ്ട് കേട്ടോ ഹദീസിൽ നിന്ന് നമ്മളും പറഞ്ഞു. അതിന്റെ മുമ്പ് കണ്ടെത്താൻ ഒരു ശ്രമം ഞാനോ നിങ്ങളോ ഒരു ശ്രമം നടത്തിയിട്ടില്ല. നോക്ക് നിങ്ങള്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ചെല്ല. ഞാൻ ആദ്യം അതിന്റെ ഈണം പറഞ്ഞു തരാം. നമുക്കൊന്ന് ചിന്തിച്ചില്ല. ഇത് സുബി വരുന്നുണ്ടാവില്ല, 2 മണിക്കൂറാ. അങ്ങനെ എന്നോട് ചോദിച്ചു സുബി വരുന്നുണ്ടാവില്ല, 2 മണിക്കൂർ. നല്ല സമയത്ത് നമുക്ക് നല്ല ചെയ്തിട്ട് വരിക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ. ഞാൻ നിർത്തുന്നിടത്ത് നിങ്ങൾ എല്ലാവരും അല്ലാഹ് എന്ന് പറയാം. ഒന്നുകൂടി നോക്കാം. സ്വല്ലി അലാ സയ്യിദിനാ. അതായിട്ടില്ല, ഇവിടുത്തെ ശരിയായില്ല. സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാഹിബി ദലാഇൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ. അത് കിട്ടൂല എല്ലാവർക്കും? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. കിട്ടും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാഹിബി ദലാഇൽ. നോക്കങ്ങള് ഞാനൊരു സാമ്പിള് പറഞ്ഞുതരാം. നമ്മളിങ്ങനെ കണ്ട പാട്ടുകളൊക്കെ നമ്മൾ പറയുമ്പോ അർത്ഥമുള്ള വരികളിലേക്ക് നമ്മളൊന്ന് കടന്നിട്ട് എന്താണിത് എന്ന് മനസ്സിലാക്കുക. ഞാൻ പഠിപ്പിക്കല്ലോ, അങ്ങനെ വിചാരിക്കുക. ഡിസ്കസിങ് മാത്രമാണ്. അങ്ങയുടെ വാതിൽ പടിക്കൽ വളരെ നിസാരനായി നിന്ദ്യനായിക്കൊണ്ട് ഞാനിതാ നിൽക്കുകയാണ് എന്റെ ഹബീബേ. ഇതുവരെ ഞാൻ സ്നേഹിച്ചു. ആ സ്നേഹം കൊണ്ട് ഞാൻ അതാ റൗദയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടുത്തെ പടിവാതിൽക്കൽ ഞാൻ നിൽക്കുകയാണ്. ലാസലാബിബാബിക്കും ദലീലും വദംഉൻ വദംഉൻ അലൽ ഖുദൂദി സാഇൽ. എന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊഴുകയാണ് എന്റെ ഹബീബേ. വദംഉൻ ഖുദൂദി സാഇൽ. അവിടുത്തെ നോട്ടം ഒന്ന് എനിക്ക് ഇങ്ങോട്ട് തരണം. അർത്ഥമുള്ള വരികളാണ് ഒരുപാട്. ഇൻഷാ അല്ലാഹ് ഓരോ സമയത്തിനനുസരിച്ച് നമുക്ക് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു പോവാം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാഹിബി ദലാഇൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാഹിബി ദലാഇൽ. ലിൽ ആശീഖി ഫിൽ ഹവാ ദലാഇൽ. ലാ യസ്മഉ മിൻ കലാമി ആദിൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ
للخدود سائل اللهم صل على سيدنا محمد صاحب الدلائل سرتم صوحي رحم وسار قلبي برفقي يا سائق المحامل اللهم صل على سيدنا محمد صاحب دلائل يا من رحلوا وخلفوني أبكي أسفا على المنازل اللهم صل على سيدنا محمد صاحب دلائل فليتم هو أغنام وأحبا المحسني يميل بالولائل اللهم صل على سيدنا محمد صاحب دلائل من يطمع منك بتلاقي لا يقنع عنك برسائل اللهم صل على سيدنا محمد صاحب دلائل يا من هاجر المغيب أبدا هاجروا على الدوام قائل اللهم صل على سيدنا محمد صاحب دلائل الشافي في العساة يوما تجرد بسلاسل اللهم صل على سيدنا محمد صاحب دلائل الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا رحمة للعالمين محمدا لا إله إلا الله ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാം ചെല്ലാൻ പറയാം. നമ്മുടെ ദുആഇന്റെ അവസാനത്തിൽ പറഞ്ഞല്ലോ ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ആ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു ഓഫലത്തിലായിട്ട് ആരും ഇരിക്കരുത്. ഇമാം അബ്ദുല്ലാഹി ലാഫി റളിയല്ലാഹു തആല അൻഹു തന്റെ ഇർശാദ് എന്ന കിതാബിന്റെ തുടക്കത്തിൽ ഒരു ബൈത്ത് പറഞ്ഞിട്ടുണ്ട്. أرى كل من نلهاك عن كسب طاعتي عدوا وإن كان صديق المصافيا أرى كل من نلهاك
അൻ കസ്ബി തഅതി നീ താഅത്തിനാകുന്നതിനെ തൊട്ട് നീ വല്ലതും ചെല്ലുന്നതിനെ തൊട്ടോ ദിക്ർ ചെല്ലലും സ്വലാത്ത് ചെല്ലുന്നതിനെ തൊട്ട് നിന്നെ തടയുന്ന വസ്തുക്കളുണ്ടല്ലോ അതിന് ഞാൻ കാണുന്നത് അതുവാ അത് ശത്രുവായിട്ടാണ് അത് നിന്റെ ഏറ്റവും വലിയത് ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെങ്കിലും ശരി അവനെ ഞാൻ കാണുന്നത് ശത്രുവായിട്ടാണ്. അപ്പൊ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഏതാ ദിക്ർ? അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലല്ലാഹു. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളതാണ് ഖുർആനിലെ ദിക്റിനുള്ള പ്രതിഫലം. ദിക്റിന് പകരം എന്താ ഉണ്ടാകുക? അതിന് പകരം ദിക്ർ തന്നെ. നിങ്ങൾ നിസ്കരിക്കുക, ഞാൻ നിസ്കരിക്കുന്ന അല്ലാഹു പറഞ്ഞോ? നിങ്ങൾ നിസ്കരിക്കുക, എന്നെ സ്മരിക്കാൻ വേണ്ടി, എന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്താൻ. എന്നാ ഞാനും നിസ്കരിക്കുന്ന അല്ലാഹു പറഞ്ഞോ? ഇല്ല. ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ ദിക്ർ ചൊല്ലുക, നിങ്ങൾ സദാസമയത്തും എന്റെ സ്മരണയിലായിരിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ സദസ്സിൽ വെച്ചിട്ട് ഞാൻ എന്നെയും നിങ്ങളെയും സ്മരിക്കുന്നതാണ്. അപ്പൊ ദിക്റിന്റെ പ്രതിവിധി എന്താ? ദിക്ർ തന്നെയാണ്. അതാണ് മഹാന്മാരായ ആളുകൾ സദാസമയത്തും അവരെന്താണ് ദിക്ർ ചൊല്ലിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് നീക്കിയത്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ള ദിക്ർ എല്ലാവരും ചൊല്ലുക. സലാമുൻ മിനല്ലാഹിൽ മജീദിൽ മുമജ്ജദി സല്ലം അലാ ഖൈരി ഖൽഖില്ലാഹി അഅനി മുഹമ്മദാ സലാമുൻ അലാ ശഖ്സിൻ നബി മുഹമ്മദി സല്ലം അലൈഹി നബിയിൽ ഹുദാ ത്വാഹ വയാസീൻ മുഹമ്മദാ അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലല്ലാഹു. മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ, ഒയ്യാവൂല എന്തായാലും. ഖുദ്സിയ ഹദീസിലൂടെ പടച്ച തമ്പുരാൻ പഠിപ്പിച്ചത് മൻ ശഗലഹുൽ ഖുർആന വദിക്രി അൻ മസ്അലതി. ഒരാള് സദാസമയവും ദിക്ർ സ്വലാത്തും ചൊല്ലുക. അല്ലാഹുവോട് ചോദിക്കാനുള്ള ഒരു സമയം ആൾക്ക് കിട്ടുന്നില്ല. പടച്ച തമ്പുരാൻ പറയുന്നു അഅതൈതുഹു അഫ്ളല മാ ഉതിയ സായിലീൻ. ദിക്റും സ്വലാത്തും സലാമും ഒന്നും ചെല്ലാത്ത ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നില്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സമയത്ത് അവനിക്ക് കൊടുക്കുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നല്ലോണം ചൊല്ലിക്കോളെ. സലാമുൻ അലാ വജ്ഹിൻ നബി മുഹമ്മദി വസല്ലം അലൈഹി അലാ ബി കുല്ലൽ ബരിയാതി ബഹ്തദാ സലാമുൻ അലാ റൂഹിൻ നബി മുഹമ്മദി വസല്ലം അലൈഹി ഉനീതു റസൂലല്ലാഹി ഹഖ്ഖൻ വയുഖ്തദാ അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലല്ലാഹു സലാമുൻ അലാ നൂരിൻ നബി മുഹമ്മദി സല്ലം അലൈഹി റസൂലു ഇലാഹിൽ അർശി മറഅബതദാ സലാമുൻ അലാ ഖബരിൻ നബി മുഹമ്മദി